ജഗ് കാണാത്ത ജഗ് വേണ്ടേ? കാണുന്നത് പോകുന്നത് السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. SSF 48 വർഷക്കാലമായി കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്തമായ പദ്ധതികളുമായി കേരളത്തിന്റെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SSF. ഈ ലോക്ക്ഡൗൺ കാലത്തും ഈ മഹാമാരി ലോകത്താകമാനം പിടിച്ചുകൊള്ളുകിയ സാഹചര്യത്തിലും SSF വ്യത്യസ്തമായ പദ്ധതികളുമായി സാധ്യമായ സാഹചര്യങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ പദ്ധതികളുമായി SSF മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് SSF നടത്തിയ ഓരോ പദ്ധതികളും ഏറെ ശ്രദ്ധയാകർഷിച്ച പദ്ധതികൾ തന്നെയാണ്. മഴവിൽ സംഘത്തിനു വേണ്ടി SSFന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഓരോ പദ്ധതികളും ഏറെ അഭിമാനമേറിയ പദ്ധതികളായിരുന്നു. KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി SSFന്റെ കീഴിൽ ചിത്രരചന, കഥാരചന, കാലിഗ്രാഫി, ക്യാപ്ഷൻ റൈറ്റിംഗ് തുടങ്ങി വ്യത്യസ്ത പദ്ധതികളും മത്സരങ്ങളും SSF നടപ്പിലാക്കുകയുണ്ടായി. വീടുകളിൽ ഒതുങ്ങിക്കൂടി ചടഞ്ഞുകൂടേണ്ട വിദ്യാർത്ഥികളെ നാളെയുടെ വാഗ്ദാനങ്ങളാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു SSF ഇത്രയധികം സർഗാത്മകമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലും വളരെ വിപുലമായി തന്നെ ഇത്തരം പദ്ധതികളും മത്സരങ്ങളും നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. ഏറെ എടുത്തു പറയേണ്ട പദ്ധതിയാണ് കുട്ടിത്തോട്ടം. നമ്മുടെ നാട്ടിൽ SSFന്റെ കീഴിൽ SSFന്റെ പ്രവർത്തകരും മഴവിൽ കൂട്ടുകാരും അടക്കം 50ലധികം പ്രവർത്തകരുടെ വീടുകളിൽ കുട്ടിത്തോട്ടം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. ഈ ലോക്ക്ഡൗൺ കാലത്തിനു ശേഷം വരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള വലിയ മാർഗമായിട്ട് സാമ്പത്തിക വിദഗ്ധർ നമ്മോട് നിർദ്ദേശിക്കുന്നത് വീടുകളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ ആരംഭിക്കാനാണ്. അൽഹംദുലില്ലാ, SSF അതിന് തുടക്കമിട്ട് അതിന്റെ വിളവെടുപ്പ് വരെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഈ കാലയളവിൽ നടന്ന ഫാമിലി മാഗസിനുകൾ. നമ്മുടെ യൂണിറ്റിലെ 12ലധികം കുടുംബങ്ങളിൽ നിന്ന് ആരോഗ്യം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി മാഗസിനുകൾ പുറത്തിറക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, ഓരോ മാഗസിനുകളും വളരെ വ്യത്യസ്തമായിരുന്നു. യൂണിറ്റ് തല മത്സരം അവസാനിച്ച് സെക്ടർ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 മാഗസിനുകളും ഒന്നിനൊന്ന് മികച്ചതായി നമുക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു. സെക്ടർ തലത്തിൽ നിന്നും മികച്ച വിജയം നേടി ഡിവിഷൻ തലത്തിലേക്കും അവിടെ നിന്ന് മികച്ച വിജയം നേടി ജില്ലാ തലത്തിലേക്ക് അടക്കം നമ്മുടെ ഫാമിലി മാഗസിനുകൾ എത്തിപ്പെട്ടു. ഈ കാലയളവിൽ SSF നടത്തുന്ന വ്യത്യസ്തമായ പദ്ധതികൾ ഏറെ അസൂയാവഹമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് പെരിന്താറ്റിരി യൂണിറ്റ് കമ്മിറ്റിയുടെ തനത് പദ്ധതികളായ വ്യത്യസ്തമായ പദ്ധതികളും സാധ്യമായ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് SSF നടപ്പിലാക്കി. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി അവർക്ക് പാടാനുള്ള അവസരങ്ങൾ, അവർക്ക് പറയാനുള്ള അവസരങ്ങൾ SSF ഒരുക്കിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള ഗഹനമായ ചർച്ചകളും നടന്നു. അൽഹംദുലില്ലാ, നമുക്ക് പ്രതീക്ഷയുണ്ട്. നാളെയുടെ ഭാവിയിൽ വളർന്നു വരുന്ന തലമുറ നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള നാളേക്കു വേണ്ടി നാളെയുടെ നായകന്മാരാവേണ്ട ഈ വിദ്യാർത്ഥി സമൂഹത്തെ ധർമ്മബോധമുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഈ രാജ്യത്തിനും നാടിനും സമൂഹത്തിനും വീടിനും ഒരുപോലെ ഉപകരിക്കുന്ന നന്മയുള്ള ധർമ്മബോധമുള്ള ഒരുപറ്റം വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് 48 വർഷക്കാലമായി SSF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ പെരിന്താറ്റിരി യൂണിറ്റ് SSFന്റെ കീഴിൽ മഴവിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഗായകൻ ഹാഫിൽ മുബശ്ശിർ പെരിന്താറ്റിരിയും
പ്രിയപ്പെട്ട മഴവിൽ കൂട്ടുകാരും തമ്മിലുള്ള അഭിമുഖം നിങ്ങൾക്ക് ഇവിടെ ലൈവായി വീക്ഷിക്കാം. കൂടുതലൊന്നും ഈ അവസരത്തിൽ നീട്ടിപ്പറയുന്നില്ല. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് ഇത്തരം പദ്ധതികളെ വിജയിപ്പിച്ച് സംസ്ഥാന തലങ്ങളിൽ വരെ പെരിന്താറ്റിരിയെ ശ്രദ്ധയാകർഷിച്ച രൂപത്തിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടത്തിയ പെരിന്താറ്റിരി യൂണിറ്റിലെ SSFന്റെ പ്രവർത്തകരോട് നിങ്ങൾക്കൊന്നും കടപ്പാടുണ്ടാവണമെന്ന് മാത്രം സ്നേഹത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സ് തുറക്കാം മദഹിലലിയാം എന്ന നിങ്ങളേവരും ആകാംക്ഷയോടെ കൂടെ കാത്തിരിക്കുന്ന പരിപാടിയിലേക്ക് വേണ്ടി പ്രിയപ്പെട്ട ഗായകൻ മുബശ്ശിർ പെരിന്താറ്റിനെയും പ്രിയപ്പെട്ട മഴവിൽ കൂട്ടുകാരൻ അനസിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ പെരിന്താറ്റിരി യൂണിറ്റ് മഴവിൽ സംഘം സംഘടിപ്പിക്കുന്ന മനസ്സ് തുറക്കാം മദഹിലലിയാം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മോട് കൂടി അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരനായ ഗായകൻ ഹാഫിദ് മുബശ്ശിർ പെരിന്താറ്റിരിയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം പ്രേക്ഷകരോട് 2 വാക്കുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF പെരിന്താറ്റിരി യൂണിറ്റ് മഴവിൽ സംഘം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനും കുറച്ച് പാട്ടുകൾ പാടാനും ലഭിച്ച ഈ അവസരം അൽഹംദുലില്ലാഹ് നാദത്തോട് സ്തുതിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കണം. നിങ്ങൾ ആദ്യമായി പാടിയ പൊതുവേദി ഏതാണ്? ഞാൻ ആദ്യമായി പാടിയ പൊതുവേദി എൻ്റെ 1ാം ക്ലാസ്സിൻ്റെ കാലത്ത് സാഹിത്യോത്സവ വേദിയിൽ തന്നെയാണ്. സാഹിത്യോത്സവ വേദിയിൽ സബ് ജൂനിയർ വിഭാഗത്തിലായി ഞാൻ ആദ്യമായി മത്സരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. അന്ന് പാടിയ പാട്ട് ഏതാണെന്ന് പറഞ്ഞു. നമ്മുടെ സംഘടനയുടെ മർക്കസ് സ്ഥാപനത്തിലെ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ച നമ്മുടെ നിയാസ് മാഷ് എഴുതിയ ഒരു ഗാനമായിരുന്നു അന്ന് ഞാൻ പാടിയിരുന്നത്. മുത്തുനബിയേ യാ സത്യനിധിയേ ഓ മുത്തിമണത്ത സലാം ചൊരിഞ്ഞിടട്ടെ. മുത്തുനബിയേ യാ സത്യനിധിയേ ഓ മുത്തിമണത്ത സലാം ചൊരിഞ്ഞിടട്ടെ. സ്വല്ലി റബ്ബനാ അലൈഹിസ്സലാം സയ്യിദുൽ ആലമീനായ റസൂലേ സലാം. സ്വല്ലി റബ്ബനാ അലൈഹിസ്സലാം സയ്യിദുൽ ആലമീനായ റസൂലേ സലാം. ആകാശപ്പൊന്നിലാവും ആരും പുകഴ്ത്തും ജീവൻ ആരംഭപ്പൂവേ ഇതിൻ തെളിവേ ഈ മണ്ണും മിണ്ണും അത് ഹോതി പാടും ചെയ്താവേ. ആരംഭപ്പൂവേ ഇതിൻ തെളിവേ ഈ മണ്ണും മിണ്ണും പുകളോതി പാടും ചെയ്താവേ. നിങ്ങളുടെ വളർച്ചയ്ക്ക് തുടക്കമിട്ടത് സാഹിത്യോത്സവമാണെന്ന് നിങ്ങൾ പറഞ്ഞു. സംഘടനയ്ക്കപ്പുറം
വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ, അതാരാണ്? ഇത് തീർച്ചയായിട്ടും എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ഏതൊരു മാതാവും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ മകൻ്റെ ഭാവി നല്ല ഉഷാറായിരിക്കണം എന്നതുപോലെ തന്നെ എൻ്റെ ഉമ്മയും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിരിക്കാം ഞാൻ ഇന്ന് ഈ പാടുന്ന പാട്ടുകളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാട്ടിൻ്റെ മേഖലയിലെത്തിയിട്ട് എത്ര വർഷങ്ങളായി? എൻ്റെ 1ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ 12 വർഷമെങ്കിലും ആയി കാണും. നിങ്ങൾ ആദ്യമായി സംസ്ഥാന തലത്തിൽ പാടിയ പാട്ടേതാണ്? ആദ്യമായി സംസ്ഥാന തലത്തിലെത്തിയത് ഞാൻ സംഘഗാനത്തെയാണ്. ആ പാട്ടിൽ തന്നെയാണ് ഞാൻ ആദ്യമായി 1ാം സ്ഥാനം നേടിയത്. പിന്നെ ജനങ്ങളുടെ മുന്നിൽ പ്രിയമേറിയ ഒരു പാട്ട് ഏതാണ്? അത് ഈ ഗാനത്തിലൂടെ തന്നെയാണ്. മദീന മലർവനിയിൽ എന്ന എൻ്റെ അമ്മാവൻ കൂടിയായ ഹാഫിദ് സ്വാദിഖ് ഉസ്താദ് അവരുടെ രചനയാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ, മനസ്സിൻ്റെ വേദനകൾ ഹബീബിൽ പറഞ്ഞിടാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ, മനസ്സിൻ്റെ വേദനകൾ ഹബീബിൽ പറഞ്ഞിടാൻ. മയങ്ങും മണൽപുരിയിൽ കരഞ്ഞു തളർന്നിടാൻ, മയങ്ങും മണൽപുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മലരുറങ്ങും ധന്യഭൂമിയിലന്ത്യം മറഞ്ഞിടാൻ. മധുരദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. കരഞ്ഞാ തിരുസ്നേഹനീലാവിൻ്റെ മധുഹൊലികൾ പാടി ഉറങ്ങിടേണം. നനഞ്ഞു തോടിറുത്തൻ്റെ കണ്ണുകളിൽ ഹബീബിൻ്റെ മധുരമുഖം പതിഞ്ഞിടേണം. കരഞ്ഞാ തിരുസ്നേഹനീലാവിൻ്റെ മധുഹൊലികൾ പാടി ഉറങ്ങിടേണം. നനഞ്ഞു തോടിറുത്തൻ്റെ കണ്ണുകളിൽ ഹബീബിൻ്റെ മധുരമുഖം പതിഞ്ഞിടേണം. ആശിഖീങ്ങളോടിയണയും പുണ്യഭൂമി കണ്ടില്ല, ആശകളാലെ നിറഞ്ഞ കനവിലും നബി വന്നില്ല. ആയിരങ്ങൾ ദാഹം തീർത്ത ഭൂമദീന കണ്ടില്ല, ആഗ്രഹങ്ങളാൽ നിറഞ്ഞ വേദനകൾ തീർന്നില്ല. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. ഏതൊരു വിജയ കഥയിലും ഒരു തോൽവി ഉണ്ടാകുമല്ലോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് തോൽവികളെ അഭിമുഖീകരിച്ചാണ് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ കുടുംബങ്ങളിൽ നിന്നും അതുപോലെ എന്നെ ആദ്യമായി സാഹിത്യോത്സവത്തിലേക്ക് എത്തിച്ച നമ്മുടെ റാഫി ഉസ്താദ് പെരുന്താറ്റിരി അവരുടെയൊക്കെ പൂർണ്ണമായ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് എന്നെ, അതുപോലെ ഉമ്മ, എൻ്റെ കുടുംബത്തിലെ ഒരുപാട് ആളുകൾ, അവരൊക്കെയാണ് എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ രചനയിലേക്ക് വന്നു, അങ്ങനെ വരാൻ കാരണം എന്താണ്? ഞാൻ പിന്നീട് മാലിൻ അക്കാദമിയിൽ പഠനത്തിന് പോയി. ഇപ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ആ വലിയ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനുമുണ്ട്.
അവിടുത്തെ എൻ്റെ ഉസ്താദുമാരായ ബഷീർ സാദി ഉസ്താദ്, ഹബീബ് സാദി ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരോടൊക്കെ പ്രത്യേകിച്ച് ഹബീബ് സാദി ഉസ്താദിൻ്റെ ഒരു പ്രോത്സാഹനം എന്നത് പാട്ടിൽ മാത്രമല്ല, എൻ്റെ പഠനങ്ങളിലും അതുപോലെ രചന കാര്യങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ സാമീപ്യം ഒരുപാടുണ്ട്. ഉസ്താദിനെ കണ്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ രചനയിലേക്ക് എത്തിയത്. ഹബീബ് സാദി ഉസ്താദ് എഴുതിയ കുറേ രചനകൾ നിങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. ഏറ്റവും നിങ്ങൾക്കൊരു നല്ലത് ഇഷ്ടപ്പെട്ടതല്ലോ? ഉസ്താദിൻ്റെ രചന എന്ന് പറയുന്നത് വളരെ സാഹിത്യ സമ്പുഷ്ടമായതാണ്. ഏതൊരാളെ മനസ്സിനെയും കീഴടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രചനയാണ് ഉസ്താദിൻ്റെ രചന എന്ന് പറയുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരുപാട് രചനകളുണ്ട്. ഉസ്താദ് ആദ്യമായി രചിച്ച മലരും മദീന എന്ന ഒരു ഗാനം, ഉസ്താദ് അത് മദീനയിൽ വെച്ച് രചിച്ചതാണ്. ആ പാട്ട് മലരും മദീന തോപ്പിലാനബീന നീ പൊരുൾ മുഹമ്മദി മുസ്തഫ റജാന മലരും മദീന തോപ്പിലാനബീന നീ പൊരുൾ മുഹമ്മദി മുസ്തഫ റജാന രാക്കിളി ഞാൻ കൂരിരുട്ടിൽ മദിഹിൻ വീണമീട്ടി രത്നമുത്ത് സത്തിനോർത്ത് വീണ പാപി ഞാൻ രാക്കിളി ഞാൻ കൂരിരുട്ടിൽ മദിഹിൻ വീണ വീട്ടി രത്നമുത്ത് സത്തിനോർത്ത് വീണ പാപി ഞാൻ أغميت مدهوشا لهيبة قدره حبا وإن كنت المسيء أثيما മലരും മദീന തോപ്പിലാ നബീന നീ പൊരുൾ മുഹമ്മദി മുസ്തഫ റജാന. ഈ അടുത്ത് നിങ്ങളുടെ രചന റിലീസായിരുന്നു. ആ ഒരു പാട്ട് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു. ചന്തമിൽ സുമവല്ലരി കോത്തൊരു മുത്താണ് ത്വാഹ ചിന്തയിൽ കുളിരൂറും പുഞ്ചിരി വിടരും സ്നേഹ മന്ദമാരുതനായി തഴുകും മന്ദാരമാണ് ആഹാ വെന്തുരുകും നീ കൽബിൽ തണലേകിയാൽ റാഹ ചന്തമിൽ സുമവല്ലരി കോർത്തൊരു മുത്താണ് ത്വാഹ മാദിഹിൻ മാനസം തീർത്തിടും സാഹസം വജുഹുമായി മനമകമിലാണാസം മാദിഹിൻ മാനസം തീർത്തിടും സാഹസം വജുഹുമായി മനമകമിലാണാസം കരമിന്നുതിരുന്ന മഷിത്തുള്ളികളിലും എന്നും ആ തിരുനാമം കരയും പതിന്റെ വ്യതയൊഴിഞ്ഞാൽ താരമോദിക്കും സമാനം തരണമിവനിലും അവിടമിൽ ഒന്നണയുവാൻ സൗഭാഗ്യം ചന്തമിൽ സുമവല്ലരി കോർത്തൊരു മുത്താണ് ത്വാഹ. നിങ്ങൾ ആദ്യമായി സംസ്ഥാനത്തെ ഒരു സംഘഗാനത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു പാട്ടും പിന്നെ അത് വിജയിച്ചു വന്നപ്പോൾ ഒരു അനുഭവം എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ ആദ്യമായി ഒരു ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ അതിൻ്റെ എൻ്റെ നാട്ടുകാരുടെ സന്തോഷവും നാട്ടുകാരുടെ പ്രതികരണങ്ങളും വളരെ ഞാനന്ന് ചെറുപ്പമായതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ എന്നെ സ്വീകരിക്കുകയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഇനിയും അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വലിയ ഒരു മറക്കാൻ പറ്റാത്ത
ഒരു അനുഭവമാണ്. അന്ന് പാടിയ പാട്ടൊന്ന് പാടും. ആ പാട്ട് ഞാൻ പാടിയതാണ്. മദീന മലർവനിയിൽ എന്ന ഗാനമായിരുന്നു അത്. നിങ്ങൾ വളർന്നു വന്നത് SSF സാഹിത്യോത്സവയിലൂടെയാണ്. പുതിയ കാലത്ത് വളർന്നു വരുന്ന കൂട്ടുകാരുടെ SSFനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? SSF എന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, അത് പ്രധാനമായും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അതിലെ പാഠങ്ങളും എല്ലാം ജനങ്ങളിലെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലൂടെ വിജയിക്കാൻ എനിക്ക് പ്രധാനമായും അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് SSF തന്നെയാണ്. അതിപ്പോൾ ഞാൻ പാട്ട് മേഖലയിൽ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പ്രധാനമായി SSF എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തെ നല്ല രീതിയിലാക്കാൻ എല്ലാ വഴികളും തുറന്നു വെച്ച ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അംഗങ്ങളായും അതിൽ പ്രവർത്തനങ്ങൾ സജീവമായും എല്ലാവരും ഉണ്ടാകണമെന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്രക്കും നല്ല രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ എല്ലാവർക്കും അതിൽ നിന്നുണ്ടാകും എന്നത് തീർച്ചയാണ്. SSF സാഹിത്യോത്സവിൽ ഞാൻ 12 വർഷങ്ങളായി പങ്കെടുക്കുന്നതിൽ എനിക്ക് എന്താണ് തോൽവി, എന്താണ് വിജയം, എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഓരോന്നിനെയും വകവെക്കേണ്ടത് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഈ പ്രസ്ഥാനം തന്നെയാണ്. പിന്നെ SSF സാഹിത്യോത്സവത്തിൽ നിങ്ങൾ കുറേ SSFനെ കുറിച്ച് വിപ്ലവ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ഒരു വിപ്ലവ ഗാനം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടും. SSF സാഹിത്യോത്സവിൽ ഞാൻ പാടിയ 2 വിപ്ലവ ഗാനങ്ങളാണ്. 2 വിപ്ലവ ഗാനങ്ങളും എഴുതിയതും എൻ്റെ ഉസ്താദും കൂടിയായ ഹബീബ് സാദി ഉസ്താദിൻ്റെ രചനയാണ്. അതിൽ ചടുലമായ ചുവടുവെച്ചു ചിതറിടാത്ത ചിത്തമൊത്ത് പടകളത്തിലേക്കു നാം സടകുടഞ്ഞ് നീങ്ങണം. അധിനിവേശ ശക്തിയെ തുരത്തിയുള്ള മണ്ണിത കൂട്ടിനുണ്ട് മമ്പുറത്തെ തങ്ങളെന്നും ധീരരെ. ചടുലമായ ചുവടുവെച്ചു ചിതറിടാത്ത ചിത്തമൊത്ത് പടകളത്തിലേക്കു നാം സടകുടഞ്ഞ് നീങ്ങണം. അധിനിവേശ ശക്തിയെ തുരത്തിയുള്ള മണ്ണിത കൂട്ടിനുണ്ട് മമ്പുറത്തെ തങ്ങളെന്നും ധീരരെ. എനിക്കത് മുഴുവനായിട്ടും ഓർമ്മയില്ല. സ്ഥാപനത്തെ കുറിച്ച് വല്ല പാട്ടറിയോ? എൻ്റെ സ്ഥാപനം മഴവിൻ അക്കാദമി, അതിൻ്റെ ഒരുപാട് പ്രചരണങ്ങളിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ ഉസ്താദ് തന്നെ ആയ ഹബീബ് സാദി ഉസ്താദ് എഴുതിയ ഒരു ഗാനം ഞാൻ പാടുകയാണ്. മഴവിൻ അക്കാദമി അറിവിൻ രത്നക്കനി, മഴവിൻ അക്കാദമി അറിവിൻ രത്നക്കനി, മദവീനുല്ലാസത്തിൻ പലവർണ്ണ പൂവനി, മതപൂർവം വാത്സല്യത്തെ നിരൂട്ടി, തീൻ മഹനീയ ലക്ഷ്യങ്ങളിന്നു നീട്ടി. മഴവിൻ അക്കാദമി അറിവിൻ രത്നക്കനി, മഴവിൻ അക്കാദമി അറിവിൻ രത്നക്കനി, മദവീനുല്ലാസത്തിൻ പലവർണ്ണ പൂവനി, മതപൂർവം വാത്സല്യത്തെ നിരൂട്ടി, ദീൻ മഹനീയ ലക്ഷ്യങ്ങളിന്നു നീട്ടി. തിങ്കളൊത്തൊരുത്തമ പ്രഭൂവരൻ ഖലീൽ തങ്ങളാണ് സ്നേഹദീനി നായകൻ. തിങ്കളൊത്തൊരുത്തമ പ്രഭൂവരൻ ഖലീൽ തങ്ങളാണ് സ്നേഹദീനി നായകൻ. മഴവിൻ അക്കാദമി അറിവിൻ രത്നക്കനി,
ആ ഒരു പാട്ട് ഒന്നും കൂടി ഒന്ന് പാടാം. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുല്ലാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. പാപഭാരങ്ങൾ പേറി ഞാൻ ദുനിയാവിൽ നീങ്ങുന്നു യാ റസൂലേ, പരിവർത്തനത്തിന് പരിഹാര ദീപമേ തേങ്ങുന്നു ഞാൻ ഹബീബേ. പദമിൽ കൂരിരുൾ നിറയുമ്പോൾ പ്രഭ നൽകും പുന്നാരപ്പൂനിലായേ, പരിപൂർണ ഇഷ്കാലെ പ്രഭയാർന്ന കൽബാലെ മാറേണം വെണ്ണിലാവേ, മാറേണം വെണ്ണിലാവേ. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അൻത ഹയ്യുൻ ഫീ ഖുലൂബിനാ, അൻത ഹയ്യുൻ ഫീ ഖുലൂബിനാ. انظر حالنا يا حبيب الله، انظر حالنا يا حبيب الله. പാരാവാരം പോലെ ചെയ്തു ഞാൻ പാപങ്ങൾ, പതിതനായി ദുനിയാവിൽ നടന്നു നീങ്ങി. പരിവർത്തനത്തിന് പല രാവിൽ കേണിട്ടും പതറി ഞാൻ പാപങ്ങളിലകന്നു പോയി. പല മോഹം അറിയുമ്പോൾ പരദാഹം നിറയുമ്പോൾ പരിഭാവന നബിയെ ഞാൻ കരഞ്ഞു തേടി. ആറാം നൂറ്റാണ്ടിൽ ഹൃദയം കറുത്തുള്ള ആയിരങ്ങളിൽ പ്രകാശമേകിയ നൂറേ, അകമിൽ ഇരുൾ മൂടിയ കാല ജനങ്ങൾ അസ്ഹാബി കന്നുജൂമിൽ ഉയർത്തിയോരേ. അവസാന നാളിലെ ഹതഭാഗ്യനാണു ഞാൻ, കനിയേണം ദുനിയാവിൽ യാ റസൂലേ. എന്റെ കൈ പിടിക്കുമോ റസൂലേ, എന്റെ കൺ തുടയ്ക്കുമോ സിറാജേ, എന്റെ കനവിലെത്തുമോ നിലാവേ, ഒന്ന് കനിപുരയ്ക്കുമോ പൊലിവേ. ഇനി നമ്മുടെ മനസ്സ് തുറക്കാൻ മതിയാകാമെന്ന് ഈ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രിയ ഗായകൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ പാടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഏത് പാട്ടാണ് നമ്മുടെ ഗായകൻ പാടേണ്ടത്. ഒരു വ്യക്തി മെഹബൂബുറങ്ങും സന്നിധി എന്ന ഗാനം പാടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. മെഹബൂബുറങ്ങും സന്നിധി മുഗദാവിൽ കണ്ടിടുവാൻ കൊതി, മന്നാനെനിക്കേകാവിധി മണ്ണിൽ എനിക്കിനിയതു മതി. ഇഷ്ടെ റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ്, ഇഷ്ടെ റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ്. മഹബൂബുറ
മണ്ണിൽ എനിക്കിനിയതു മതി ഇഷ്ക റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ് അമൃതമാത്തിരു ജീവിതം അതിൽ പതിരു തിരകൾ പരാജിതം അൽഫിലണയും പൂരണം ഇരുലോകം പടപ്പിനു കാരണം അതവിലറിയണം നൂറിനെ അതിൻ കതിരിൽ നുകരണം ഹൈറിനെ കഴുകിൻ മനസ്സിൻ ചേറിനെ കാണേണമാ തിരുപ്രാണനെ ജഗനിനൊളിയാം താരകം ജയമാർഗമൊഴുകിയ ജാലകം ജഗനിനൊളിയാം താരകം ജയമാർഗമൊഴുകിയ ജാലകം ജനനമജപാൽ പുളകിതം ജന്നാത്തിവർക്ക് സമർപ്പിതം സൊല്ലിയലൻ നബി സൊല്ലിയലൻ നബി സൊല്ലിയല ഖൈരിൻ നബി ഹബീബി സൊല്ലിയലൻ നബി സൊല്ലിയലൻ നബി സൊല്ലിയല ഖൈരിൻ നബി നോവേദിനും പരിഹാരമായി തണലായ കേദാരം നിറവെണ്ണിലാവഴകാമുഖം നേരിന്റെ അവതാരം ഇഷ്ക റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ് ഇഷ്ക റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ് ഒരു വ്യക്തി സ്വർഗമാണ് ഹൈറെന്നറിയാം എന്ന ഗാനം പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വർഗമാണ് ഹൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ ജന്നത്താണ് സുറൂരെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം ത്വയ്ബയാണേ സുവർഗമാറാഹത്തെന്നറിയാം എന്നാലും എൻ്റെ മോഹം റോളയാണേ കരയുന്ന കൽബാലൊരു നാൾ പുണ്യമദീനയിൽ വന്നിടണം പിടയ്ക്കുന്ന കരളിന്നോറുകളെന്ന് പൂവിൽ ചൊല്ലിടണം തുടിക്കുന്ന മോഹത്താളുകളിശലായൊന്നു പറഞ്ഞിടണം തളിർത്തൻ്റെ കനവിൽ കുളിരായി തിങ്കൾ ഹബീബിനെ കണ്ടിടണം സ്വർഗമാണ് ഹൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ ജന്നത്താണ് സുറൂരെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം ത്വയ്ബയാണേ മദീനയെന്നാരോ ചൊന്നാലറിയാതെൻ്റെ കൽബ് പിടച്ചു മണിമുത്തിൻ നാമം കേട്ട മോഹം ചൂടി സ്വലാത്തുരത്തു മദ്ഹുകൾ പാടി പാടി മതിച്ചു സുഖിച്ചു നിനച്ചു കിടന്നു മനസ്സിൻ്റെ ഉള്ളിൽ പൂവിൻ മൊഴികൾ അണയാതാടി നിറഞ്ഞു ഹയാത്തുക ഖൈറുൽ ലനാ മമാതുക ഖൈറുൽ ലനാ ഹയാത്തുക ഖൈറുൽ ലനാ ഹബീബി മമാതുക ഖൈറുൽ ലനാ ഞാൻ പാപം ചെയ്ത നേരം വിതുമ്പി നബി ഞാൻ നന്മയിലേറാനായി കരഞ്ഞാനിതേ പാപം പുറത്ത് മദീനയിൽ വിളിക്കുകില്ലേ പാവന പാദം
സ്വർഗമാണ് ഖൈറെന്നറിയാ എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ. പിന്നെ അരുമറസൂലും എന്ന് ഖദീജ ബീവിയെ കുറിച്ചുള്ള പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുമറസൂലിൻ ആശകൊത്ത നാരി പൊന്നൊളിവേ ബീവി ഖദീജ ആദിപതിയവനി പുലകിൻ നായകയിൽ തണൽ മരമാക്കിയ പൂകൾ റോജ തണൽ മരമാക്കിയ പൂകൾ റോജ അരുമാറസൂലിൻ ആശകൊത്ത നാരി പൊന്നൊളിവേ ബീവി ഖദീജ ആദിപതിയവനി ഉലകിൻ നായകയിൽ തണൽ മരമാക്കിയ പൂകൾ റോജ ജന്നാത്തിൽ മീകനാരികൾക്കാകെയും നേതാവാണിൻ പൊന്നുമ്മ കിന്നാരും ചൊല്ലി ഫാത്തിമ ബീവിയെ പോറ്റി വളർത്തിയ തേനുമ്മ മുത്ത് റസൂലിന്റെ സുഖദുഃഖമേറി നിത്യം ഹബീബിൽ സമാധാനം കോരി നിത്യം ഹബീബിൽ സമാധാനം കോരി അരുമറസൂലിൻ ആശകൊത്ത നാരി പൊന്നൊളിവേ ബീവി ഖദീജ ആദിപതിയവനി ഉലകിൻ നായകയിൽ തണൽ മരമാക്കിയ പൂകൾ റോജ. ഒരു വ്യക്തി ഷഫീഖ് പെരുതാറ്റി കാതങ്ങളൊക്കെ എന്ന പാട്ടുകൾ പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് അനസ് അതിനും അരക്ക് പറമ്പ അവരുടെ വരികളാണ്. പാപഭാരമേറും പാപിയെന്നിൽ നീറും നൊമ്പരങ്ങൾ ചാരി വന്ന് ചൊല്ലിടുവാൻ മോഹം പാവനമാം പൂവിൻ മേനിയുള്ള മണ്ണിൽ ഒന്നു വന്ന് തേങ്ങിടുവാൻ കൽബിലേറിദാഹം പാപഭാരമേറും പാപിയെന്നിൽ നീറും നൊമ്പരങ്ങൾ ചാരി വന്ന് ചൊല്ലിടുവാൻ മോഹം പാവനമാം പൂവിൻ മേനിയുള്ള മണ്ണിൽ ഒന്നു വന്ന് തേങ്ങിടുവാൻ കൽബിലേറിദാഹം സേതി കനവിൻ പൂവനി മൽജഇ അലിവിൻ വാരിദി സേതി കനിവിൻ പൂവനി മൽജഇ അലിവിൻ വാരിദി നിടുമികരങ്ങൾ കാണുകിൽ ഹബീബി നോട്ടമെന്നിലരുളിടേണമെന്ന് ത്വബീബി യാ സനദി ഖുദ് ബിയദി ഹബീബിയാ യാ മലാദി നഫ്സി ഫിദാക ഹാദിയാ
കാതങ്ങളക്കരെ കാമിലദൂതരെ ത്വയ്ബയിലൊന്നു ചേരണം. ആ കാഫിലക്കൂട്ടങ്ങൾ പോയി മടങ്ങിടും റൗദയിലൊന്ന് കൂടണം. മുത്തുനബി മയങ്ങിടും സ്വർഗഭൂവിലലിയണം. മുത്തിമണത്തവിടമിൽ ആശിഖായി കഴിയണം. ഇഷ്ടിലേറി മുത്തിലലിയണം. ആശ തീരുവോളം വാഴ്ത്തണം. യാ സനദി ഖുദ് ബിയദി ഹബീബിയാ. ഞാൻ ആദ്യമായി രചിച്ച തഴുകിയിടും തനി കാമിലം എന്ന ഗാനം പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. തഴുകിയിടും തണി കാമിലര് ഒഴുകിയിടും മദീനാമലര്. തഴുകിയിടും തണി കാമിലര് ഒഴുകിയിടും മദീനാമലര്. കാറ്റിൽ വരുന്ന മധുഹൊലികൾ കേൾക്കേണം ത്വാഹ സ്നേഹത്തിങ്കൾ. കാറ്റിൽ വരുന്ന മധുഹൊലികൾ കേൾക്കേണം ത്വാഹ സ്നേഹത്തിങ്കൾ. കനിയേണം ത്വാഹാവേ കാണാൻ കൊതിപ്പൂവേ. കരയുന്ന കൽബാലേ പാടാ മഹബൂബേ. തഴുകിയിടും തണി കാമിലര് ഒഴുകിയിടും മദീനാമലര്. ഇശലിന്റെ കാനന ചോലകളിൽ ഊളിയിടുന്നൊരു പാപിവൻ. ഇഷ്ടിന്റെ ദാഹമകന്നവരിൽ ദാഹമകറ്റാനലഞ്ഞതിവൻ. ഇശലിന്റെ കാനന ചോലകളിൽ ഊളിയിടുന്നൊരു പാപിവൻ. ഇഷ്ടിന്റെ ദാഹമകന്നവരിൽ ദാഹമകറ്റാനലഞ്ഞതിവൻ. അണയൂ സുദീപമേ കനിയൂ വസന്തമേ. അലയായി പ്രതീകമേ പ്രഭയായി പ്രകാശമേ. കുല്ലുന്നശ്ജാറും പേനയാക്കിയാലും മുത്തിൻ മദ്ഹിനൊരതിരില്ല. കുല്ലുന്നശ്ജാറും പേനയാക്കിയാലും മുത്തിൻ മദ്ഹിനൊരതിരില്ല. തഴുകിയിടും തണി കാമിലര് ഒഴുകിയിടും മദീനാമലര്. ഒരുപാട് ആളുകൾ പല പാട്ടുകളും പറയുന്നുണ്ട്. ചില പാട്ടുകൾ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇഷ്കാണ് എന്നിൻ്റെ ഒരു രാഗം എന്ന പാട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് സീമലുവാഹി മടവൂർ പാപ്പയുടെ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആസാദ് മരിക്കുന്നൻ ആണ് പറഞ്ഞത്. മടവൂരിലുണ്ടെനിക്കൊരു തണൽ പൂമരം. മദതു നിലയ്ക്കാത്ത മഹനീയ തേന്മരം. മടവൂരിലുണ്ടെനിക്കൊരു തണൽ പൂമരം. മദതു നിലയ്ക്കാത്ത മഹനീയ തേന്മരം. മനമെരിയുന്നെങ്കിൽ ഓടിടൂ തരും വരം. മനമെരിയുന്നെങ്കിൽ ഓടിടൂ തരും വരം. മഹബത്തേകുകിൽ കനിഞ്ഞിടും ആ തിരുകരം.
മശ്റബിലലിഞ്ഞോരും മധുര ജീവിതം ഹരം ഖുത്ബുല്ലാലം കരളൻ സിയം ഖുത്ബുല്ലാലം കരളൻ സിയം മശ്ഹൂറാണി ലോകരിലാനാമം മഹബൂബാണവർ മഹിയഖിലം കേമം മഹബൂബാണവർ മഹിയഖിലം കേമം മടവൂരിലുണ്ടെനിക്കൊരു തണൽ പൂമരം മദതു നിലയ്ക്കാത്ത മഹനീയത്തെ മരം അഹദവനല്ലാവിലലിഞ്ഞു മഹാൻ സദാ അഹ്മദ് നബിയുള്ള കനിഞ്ഞു കമാൽ പ്രഭ അറിവിനനന്ദ ലോകമാണ് നൂറിലെ ഹുദാ അതിരുകളില്ല കഥ ജീവിതം വാജബാ അത്ബാഉൽ ഖുലൂബിലുള്ള ശ്രേഷ്ഠ നായക അത്ബാഉൽ ഖുലൂബിലുള്ള ശ്രേഷ്ഠ നായക അത്ബാഉൽ ഖുലൂബിലുള്ള ശ്രേഷ്ഠ നായക അഹിബായിൻ മനമിൽ പൂത്ത സ്നേഹദായക അരികിലണഞ്ഞോയിൽ അജബു തീർത്ത സന്നിധി അതരമുരത്തെ വരിയിൽ കോർത്തു കോടി പൊന്നിധി അകമെരിയുന്നുണ്ട് അരിവരുളൂ ചെയ്തി അറിവാണിൻ മോഹമകമറിയില്ലേ നിധി മടവൂരിലുണ്ടെനിക്കൊരു തണൽ പൂമരം മദതു നിലയ്ക്കാത്ത മഹനീയ തേന്മരം ഒരു വ്യക്തി മണിമുത്ത് നോളിലെ എന്നാണ് പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടി നേതാവേ എൻ്റെ മാതിരിങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാതിരിങ്ങളിൽ ചേർത്തിട്ടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനെന്നു കാണും കാലമറിയില്ല തങ്ങളെ ഞാനെന്നു കാണും കാലമറിയില്ല എൻ്റെ നോവു തീരാൻ മധുര മാത്രം വേറെ ശിഫയില്ല മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാതിരിങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ ഇൻഷാ അല്ലാഹ്
ഒരുപാട് നേരമായി നമ്മൾ പരിപാടി തുടങ്ങിയിട്ട്. പിന്നെ ഒരുപാട് പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുണ്യമേറും പൂമദീന എന്ന പാട്ടൊന്നും എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ടാണ് പാടാത്തത്. അറിയുന്ന പാട്ടൊക്കെ ഞാൻ പരമാവധി പാടുന്നുണ്ട്. ഒരു ത്വാഹ ഉദയാർക്ക ശോഭയായി വാഴും എന്ന ഗാനം പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഷുബൂർ ഇർഫാനി ഉസ്താദ് അവരുടെ വരികളാണ്. ത്വാഹ ഉദയാർക്ക ശോഭയായി വാഴും സ്നേഹ കടൽ ജലം തീരില്ലെന്നാളും. ത്വാഹ ഉദയാർക്ക ശോഭയായി വാഴും സ്നേഹ കടൽ ജലം തീരില്ലെന്നാളും. ത്വാഹ രാഗവീജിയായി സാന്ത്വന ഗീതം. വ്യഥ പെരിയലയും മാനങ്ങൾ മുന്നിൽ തപമലിഞ്ഞകമിൽ സുമങ്ങൾ. വ്യഥ പെരിയലയും മാനങ്ങൾ മുന്നിൽ തപമലിഞ്ഞകമിൽ സുമങ്ങൾ. പാരാവാരങ്ങൾ തോൽക്കും നിറ സ്നേഹമുഖം കണ്ടാൽ. പാരാവാരങ്ങൾ തോൽക്കും നിറ സ്നേഹമുഖം കണ്ടാൽ. മാറിവിൽ മിഴി താഴ്ത്തും അഴകിൻ സോപാനം. ത്വാഹ ഉദയാർക്ക ശോഭയായി വാഴും സ്നേഹ കടൽ ജലം തീരില്ലെന്നാളും. ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എന്ന പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മുസ്തഫ അദിൽ ഉസ്താദ് പടപ്പറമ്പ് എഴുതിയ പാട്ടാണ്. ഇൻഷാ അല്ലാഹ്. ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരു നാമം താലോലപ്പാട്ടിൽ നിന്നും ഉമ്മ ചുന്ന കഥകളിലും. ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരു നാമം. ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരു നാമം താലോലപ്പാട്ടിൽ നിന്നും ഉമ്മ ചുന്ന കഥകളിലും. ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരു നാമം. സാരം നിറഞ്ഞു നിന്ന സ്നേഹം പകർന്നു തന്ന. സാരം നിറഞ്ഞു നിന്ന സ്നേഹം പകർന്നു തന്ന മുഹമ്മദ് റസൂൽ എന്ന സുന്ദരമാം തിരുനാമം. ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരു നാമം. മുഴുവനായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അറിഞ്ഞ പാട്ടുകളൊക്കെ പരമാവധി പാടിയിട്ടുണ്ട്. അതുപോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ മഴവിൽ സംഘം അവർക്ക് എന്നെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പരിപാടികളൊക്കെ തിരുവി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തിനായി ഒരുമിച്ച് കൊള്ളാനുള്ള സർവ്വതായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചർച്ചയിൽ മനസ്സിലായിരിക്കും ഏതൊരു പ്രതിഭയുടെയും കഴിവ് മനസ്സിലാക്കേണ്ടത്, അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു സംഘടനയുടെ പിന്തുണയുണ്ടെങ്കിലും അതിനു പുറമെ ഒരു വ്യക്തിത്വം ഉണ്ടാവും. നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ മനസ്സിലായത് ആ ഒരു വ്യക്തിത്വം നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പിന്നെ നമ്മോടൊപ്പം ഇന്ന് ചേർന്ന ഹാഫിദ് മുബഷിർ പെരുന്താറ്റിക്കും പിന്നെ ഈ ഒരു പരിപാടി സജ്ജമാക്കിയ നമ്മുടെ SSF പെരുന്താറ്റി യൂണിറ്റ് അംഗങ്ങൾക്കും
പിന്നെ ഇതിന് പിന്തുണച്ച എല്ലാവർക്കും നമ്മുടെ SSF പെരുന്താരി മഴവിൽ സംഘത്തിൻ്റെ എല്ലാ നന്ദികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.